നമസ്കാരം. ഈയിടെയായിട്ട് രാജ്യത്തെ സംഖ്യകൾക്കെല്ലാം വളരെ സന്തോഷമുള്ള ദിനങ്ങളാണ്. എന്തെന്നാൽ BMC എന്നറിയപ്പെടുന്ന ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPയുടെ മഹായുതി സഖ്യം വൻ വിജയം നേടിയിരിക്കുകയാണ്. എതിരാളികളേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകളാണ് അവർ കൂടുതൽ നേടിയത്. എതിരാളികളായ പ്രധാന ശിവസേന നേതാക്കൾ ഉദ്ധവ് താക്കറെ, രാജ് താക്കറെ, അതുപോലെ മറ്റ് സഖ്യകക്ഷികൾ എന്നിവരെല്ലാം ചേർന്ന സഖ്യത്തിന് ലഭിച്ചത് 72 സീറ്റുകളാണ്. എന്നാൽ ഇതുവരെ വന്ന കണക്കനുസരിച്ച് BJP മഹായുതി സഖ്യത്തിന് 130 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി താക്കറെ കുടുംബത്തിൻ്റെ കൈപ്പിടിയിലായിരുന്നു ഈ മുംബൈ കോർപ്പറേഷൻ. രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ ഒന്നായ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. അതുമാത്രമല്ല, ഈ കോർപ്പറേഷൻ്റെ ബജറ്റ് കേരള സംസ്ഥാനത്തിൻ്റെ ബജറ്റിനേക്കാൾ വലുതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമെന്ന് വ്യക്തമാക്കുന്നത്. മുംബൈ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായി അറിയപ്പെടുന്നു. അവിടെയാണ് ഇപ്പോൾ ആദ്യമായി BJP ഭരണത്തിലേറുന്നത്. അതിനാൽ തന്നെ രാജ്യത്തെ സംഖ്യകൾ ഏറെ സന്തോഷത്തിലാണ്. ഒന്നിന് പിറകെ ഒന്നായി വിജയങ്ങൾ അവരെ തേടിയെത്തുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി BJP നേടിയ വിജയത്തിൻ്റെ സന്തോഷം മാറുന്നതിന് മുമ്പേ മറ്റൊരു വിജയം കൂടി അവരെ തേടിയെത്തി. മുംബൈയിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഇത്ര വലിയ വിജയം അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ താക്കറെ കുടുംബത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇന്നത്തെ മുംബൈയെ രൂപപ്പെടുത്തിയതിൽ താക്കറയുടെ പങ്ക് വലിയതാണെന്നത് അതിശയോക്തിയല്ല. അത്തരമൊരു സ്ഥലത്ത് കടുത്ത മത്സരം നേരിട്ട് കഷ്ടിച്ച് ജയിക്കുമെന്നാണ് പലരും കരുതിയത്. എന്നാൽ 130 സീറ്റുകളെന്ന വലിയ സംഖ്യയിലേക്ക് BJPയുടെ ജയം മുന്നേറുകയായിരുന്നു. ചില മാധ്യമങ്ങൾ BJPക്ക് മുഴുവൻ സീറ്റുകളും ലഭിച്ചില്ല എന്ന കാരണത്തിൽ ഇത് തിരിച്ചടി എന്ന രീതിയിൽ വാർത്ത നൽകാൻ ശ്രമിച്ചേക്കാം. എന്നാൽ സാധാരണ ജനങ്ങൾക്കും രാഷ്ട്രീയ ബോധമുള്ളവർക്കും പ്രത്യേകിച്ച് സംഖ്യകൾക്കും മനസ്സിലാകേണ്ടത് ഒരേയൊരു കാര്യമാണ്. രാജ്യത്തെ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഇനി BJP ഭരിക്കും എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ 30 വർഷമായി താക്കറെ കുടുംബത്തിൻ്റെ കയ്യിലിരുന്ന BMC ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. ഇനി മുതൽ BJPയുടെ ഭരണത്തിലേക്ക് മാറുന്നു. ഇതാണ് ഇന്നത്തെ ചരിത്രപരമായ മാറ്റം.